ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ മേഖലയുടെ നിയന്ത്രണത്തിനു ശേഷം 1990-91 സ്വകാര്യ വിമാന സർവീസുകൾ ആരംഭിച്ചു. എയർ ടാക്സി പദ്ധതി പ്രകാരം ചാർട്ടർ ഷെഡ്യൂൾ ചെയ്യാതെ സേവനങ്ങൾ പ്രവർത്തിക്കാൻ സ്വകാര്യ വിമാന കമ്പനികൾക്ക് അനുമതി നൽകി. തിരുവനന്തപുരത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് 37 വർഷത്തിനു ശേഷം ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ തലത്തിലുള്ള സ്വകാര്യ വിമാന കമ്പനിയാണ്. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിനെ പ്രോത്സാഹിപ്പിച്ചത് വർക്കല തിരുവനന്തപുരം ജില്ലാ സ്വദേശിയായ തഖിയുദ്ദീൻ അബ്ദുൾ വാഹിദാണ്. 1992 തുടക്കത്തിൽ ഇന്ത്യൻ സർക്കാർ വ്യവസായത്തെ പരിഷ്കരിച്ച് ഓപ്പൺ സ്കൈസ് പോളിസി ഇന്ത്യയെ സേവിക്കുന്ന നിരവധി സ്വകാര്യ ചാർട്ടേഡ് ഓപ്പറേറ്റർമാർക്ക് കാരണമായി. 1995 തിരുവനന്തപുരം, ന്യൂഡൽഹി, മദ്രാസ്, മുംബൈ എന്നിവിടങ്ങളിൽ എയർലൈൻ ഓഫീസുകൾ സ്ഥാപിച്ചു. സർക്കാർ നിബന്ധനകൾ പ്രകാരം 3 വിമാനങ്ങളോടെയാണ് ഇത് ആരംഭിച്ചത്. എല്ലാ ബോയിങ് 737-200 വിമാനങ്ങളും 1992 ഇന്ത്യൻ എയർലൈൻസ് പൈലറ്റ് പണിമുടക്കത്തിന്റെ പ്രത്യാഘാതത്തെ നേരിടാൻ അന്നത്തെ സിവിൽ ഏവിയേഷൻ മന്ത്രി മാധവ റാവു വിദ്യ കൂടുതൽ വിമാനങ്ങൾ കൊണ്ടുവരാൻ വിമാന കമ്പനിയോട് ആവശ്യപ്പെട്ടു. ഈസ്റ്റ് വെസ്റ്റ് 4 എണ്ണം കൂടി സ്വന്തമാക്കി. അതിന്റെ എണ്ണം 7 ബോയിങ് 737 വിമാനങ്ങളായി. ഈസ്റ്റ് വെസ്റ്റ് ഉൾപ്പെടെ 9 സ്വകാര്യ എയർ ചാർട്ടേഡ് ഓപ്പറേറ്റർമാർക്ക് 1994 ഇന്ത്യൻ സർക്കാർ ഷെഡ്യൂൾ ചെയ്ത ആഭ്യന്തര എയർലൈൻ പദവി നൽകി. 1995 നവംബർ 13 കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ തഖിയുദ്ദീൻ വാഹിദിനെ മുംബൈ ഓഫീസിന് സമീപം വെടിവെച്ചു കൊന്നു. 3 ബോയിങ് പാട്ടത്തിനെടുത്ത അമേരിക്കൻ കമ്പനിയായ PLM ഉപകരണത്തിന് $3.3 ദശലക്ഷം എയർലൈൻ കുടിശ്ശിക വരുത്തി. വിമാനം രജിസ്റ്റർ ചെയ്യണമെന്ന് PLM എക്യുപ്മെന്റ് ആദ്യം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനോട് അഭ്യർത്ഥിക്കുകയും തുടർന്ന് കോടതിയിൽ പോവുകയും ചെയ്തു. വിമാനം അടയ്ക്കാനോ തിരികെ നൽകാനോ ഡൽഹി ഹൈക്കോടതി ഈസ്റ്റ് വെസ്റ്റിന് ഉത്തരവിട്ടു. തുടർന്ന് 3 വിമാനങ്ങളും ദിനം പരിശാക്കി. വിമാനത്തിന്റെ കുറവ് കാരണം 1996 മെയ് മാസത്തിൽ എയർലൈൻ ട്രങ്ക് റൂട്ടുകൾ പറക്കുന്നത് നിർത്താൻ DGCAക്ക് അനുമതി നൽകി. 1996 ജൂൺ ആയപ്പോഴേക്കും മുംബൈയിൽ നിന്ന് കാലിക്കറ്റ്, തിരുവനന്തപുരം, കൊച്ചി തുടങ്ങിയ ട്രങ്ക് ഇതര സംസ്ഥാനങ്ങളിലേക്ക് മാത്രം പറക്കാൻ തീരുമാനിച്ചു. ഒടുവിൽ 1996 ഓഗസ്റ്റ് 8 ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് എല്ലാ പ്രവർത്തനങ്ങളും നിർത്തി. പാട്ടത്തിനെടുത്ത 8 ബോയിങ് 737-200 വിമാനങ്ങളും 3 ഫോക്കർ F-27 വിമാനങ്ങളും അടങ്ങുന്ന മൊത്തം 11 വിമാനങ്ങളാണ് ഈസ്റ്റ് വെസ്റ്റ് പ്രവർത്തിപ്പിച്ചത്. എയർലൈൻ പ്രവർത്തനം നിർത്തിവെച്ച ശേഷം ബോയിങ് അവരുടെ പട്ടക്കാരിലേക്ക് തിരികെ നൽകി. 2006 വരെ 2 ഫോക്കറുകൾ മുംബൈ വിമാനത്താവളത്തിൽ സൂക്ഷിച്ചിരുന്നു. പാർക്കിംഗ് വഴിയും കുടിശ്ശിക വരുത്തിയതുമായ ചില ഫീസ് ഈടാക്കാൻ AAI ലേലം ചെയ്തു. ഈ വീഡിയോ ഇഷ്ടമായെന്ന് കാണുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.